എന്താണ് ഇത്? എവിടെ നോക്കിയാടോ? റോട്ടിൽ കുടിക്കുന്ന വന്നാ വല്ല വണ്ടിയാടി പോലെ പുറംതിരിഞ്ഞ് കിടക്കണേ എന്തിനാ? അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ 3 കിലോമീറ്റർ പുറകോട്ട് വന്നു പറഞ്ഞു. അതെങ്ങനെ പുറകോട്ട് വന്നത്? അതാണ് പുറകോട്ട് വന്നത്. താനാ ജംഗ്ഷനിലിരിക്കണ പാർട്ടിയല്ലേ? അതെ. ചേട്ടാ, ഇവിടുന്ന് തിരുവനന്തപുരം വരെ ബസ്സിന് പോകണമെങ്കിൽ എത്ര രൂപ വേണം? തിരുവനന്തപുരം പോകാൻ ഏകദേശം ഒരു 75-80 രൂപ. 80 രൂപ. കാറിന് പോകണമെങ്കിലോ? കാറിന് പോകണമെങ്കിൽ ഒരു 10,500 രൂപ. 1500 രൂപ. എന്താ പോണല്ലേ? ചേട്ടൻ തീരുമാനിക്കും. എന്ത്? ചേട്ടൻ 75 രൂപ എന്നാ ഞാൻ ബസ്സിന് പോകാം, 1500 രൂപ കാറിന് ഏതിന് പോകണമെന്ന് ചേട്ടൻ തീരുമാനിക്കും. ഞാൻ തീരുമാനിക്കണം. താനാള് കൊള്ളാലോ. ചേട്ടനും ആള് കൊള്ളാലോ. പകരത്തിനടിച്ചാണോ? ചേട്ടൻ രാവിലെ മുതൽ ഒരു സംശയം. എന്താണ്? ചോദിക്കട്ടെ, ഈ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ നാട് നീങ്ങി എന്ന് പറയും. നാട് നീങ്ങി എന്ന് പറയും. പുരോഹിതൻ മരിച്ചു കഴിഞ്ഞാൽ കാലം ചെയ്തു എന്ന് പറയും. കാലം ചെയ്തു പറയും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും ചേട്ടാ? താൻ മരിച്ചു കഴിഞ്ഞാൽ ശല്യം തീർന്നു എന്ന് പറയും. അന്ന് വേറൊരു സംശയം. പിന്നെ സംശയം, ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ആരുടെ കൂടെ കിടക്കാൻ ആഗ്രഹം? ഞാൻ മരിച്ചോ? ഞാൻ ജീവനോട് ഇരിക്കല്ലേ? മരിച്ചു എന്ന് സങ്കല്പിക്കുക. ഓ, അങ്ങനെ ചുമ്മാ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആരുടെ കൂടെ കിടക്കാൻ? ആരുടെ കൂടെ? എനിക്ക് മഹാത്മാഗാന്ധിയുടെ കൂടെ കിടന്നാ കൊള്ളാം. അയ്യോ, ഭയങ്കരം. തനിക്ക് ആരുടെ കൂടെ കിടക്കാനാണ് ആഗ്രഹം മരിച്ചാൽ? മരിച്ചു കഴിഞ്ഞാൽ പുറത്തു പറയരുത്. ഇല്ല. മോണിക്ക ലൗൻസ്കിയുടെ കൂടെ. അതിന് മോണിക്ക മരിച്ചിട്ടില്ലല്ലോ. ഞാനും മരിച്ചിട്ടില്ലല്ലോ. കൊള്ളാട്ടാ. പിന്നെ ചേട്ടനും ആള് കൊള്ളാലോ. അത് പോട്ടെ, താൻ ഈ മോണിക്കയുടെ കൂടെ ഒക്കെ ചെന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ തന്റെ ഭാര്യ സമ്മതിക്കോ? അവന് ഭാര്യ വഴക്കിട്ട് പോയി. പിന്നെ വഴക്കിട്ട്? പൊന്നിട്ട് അവള് ബെഡ്റൂമിൽ എന്തിനൊക്കെ വളർത്തണേന്ന് അറിയാമോ? എന്റെ ബെഡ്റൂമിൽ അവള് വളർത്തണാണ് പട്ടി, പൂച്ച, എരുമ, പോത്ത്, ആട്. ഇതിനൊക്കെ കിടക്കണ ബെഡ്റൂമിൽ വളർത്തണ. നാറിയിട്ട് അവിടെ കിടക്കാൻ പാടില്ല. തനിക്ക് ജനലും മാലൊക്കെ തുറന്നിട്ടാ പോരെ? എന്നിട്ട് വേണം ഞാൻ വളർത്തണ പ്രാവും ലവ് ബേർഡ്സും കോഴിയൊക്കെ പറഞ്ഞു പോവാൻ, അല്ലേ? അപ്പൊ താനൊക്കെ വളർത്തുന്നുണ്ട്. എവിടെ പോവാ? ഞാൻ ഒരിടത്തും പോണല്ല. അതെ, എന്റെ പെങ്ങളെ കാത്ത് നിൽക്കുക. ആണല്ലേ? എന്റെ പെങ്ങളെങ്ങനെ പോണണ്ട? ചേട്ടന്റെ പെങ്ങള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ നിൽക്കുവോ? ഞാൻ എന്റെ പുറകെ പോയില്ലേ? തന്നെ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. തന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എന്താണ്? എടോ, തനിക്ക് ഇതിങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടമാണ്? അയ്യേ, അങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ നേരെ ഞാൻ നോക്കൂല. ഇതിങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടമാണ്? അയ്യോ, അങ്ങനെ ഇരിക്കുന്ന പെണ്ണിന്റെ അടുത്ത് പോലും ഞാൻ പോവില്ല. ഇങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടമാണ്? അയ്യോ, അങ്ങനെ ഇരിക്കുന്ന പെണ്ണിന്റെ നേരെ പോലും ഞാൻ നോക്കൂല. ഉറപ്പാണ്? എന്തിനാ തല്ലി? എന്തിനാ തല്ലിയെന്നാ? നീ പിന്നെ എന്തിനാടാ എന്റെ ഭാര്യയുടെ പുറകെ നടക്കണത്? വൃത്തികെട്ട ജന്തു ഇങ്ങനെ ഭാര്യയായിരുന്നോ? വെറുതെ നോക്കിയാൻ ആ ചേട്ടൻ തല്ലിട്ട് പോയി. വെറുതെ നോക്കിയാൽ ഒരു മനുഷ്യൻ വന്നിട്ട് നിന്നെ ചുമ്മാ എടുത്തിടിച്ചിട്ട് പോയി. വെറുതെ നോക്കിയാന് തല്ലി. അന്ന് ചോദിക്കണല്ലോ. അതെ, ചോദിക്കണം ചേട്ടാ. അല്ല, എന്തിനാ നീ എവിടെ നോക്കി? നീ ആ ചേട്ടന്റെ പെണ്ണും പിള്ളേനെ നോക്കിയാന്. അത് ശരി. അപ്പൊ നീ ചേട്ടന്റെ പെണ്ണുമ്പിള്ള നോക്കിയിരിക്കും അല്ലേ? അതെ. നിന്നെ കാലേ വാരി നിലത്തോട്ട് അടിക്കുക വേണ്ടത്. രാവിലെ പോലെ എത്ര തല്ലുകൊണ്ടെന്ന് അറിയാമോ ചേട്ടാ? പിന്നെ മോനെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. എന്ത് പരിപാടി? ഫോർ എക്സാമ്പിൾ, കടകഥ പറയും. കടകഥ പറഞ്ഞിരുന്ന ഇടികൊള്ളൂലേ? അന്ന് കടകഥ പറയാം. പറയട്ടെ? അപ്പൊ ഞാനായി തുടങ്ങാം. ഇടികൊള്ളൂല്ലോ? ഒന്നുമില്ല. ഓക്കെ. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. ഞെട്ടിലെ പട്ടിയിലെ പപ്പടം. എന്താണ് പറയുക? ഈ തല്ലുകൊള്ളിലല്ലോ കടകഥ പറഞ്ഞ? ഉറപ്പാണല്ലോ. എന്നാ ഞാനൊരു കടകഥ പറയാം. തല്ലുകൊള്ളില്ലല്ലോ? ഇല്ല. ഒറ്റ കണ്ണൻ ചന്തക്ക് പോയി. ഞാൻ ചന്തക്ക് എന്താണ് കുഴപ്പം? കൂതറേ വെറുതെ തല്ലിട്ട് പോയതുകൊണ്ട് എന്ത് വർത്താനം കേട്ടത്? വിധിയാ. മനസ്സിലായി? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി ഓരോ ചെറിയ ചെറിയ കളികളൊക്കെ ഉണ്ട്. വേറെ കളിയുണ്ട്. ടൈം പാസിന് പോകുന്ന തല്ലുകൊള്ളില്ലല്ലോ? ഇല്ല. ഓക്കെ, ചിലപ്പോ കൊള്ളും. അതായത് ചില സമയങ്ങളിൽ കൊള്ളും. അതായത് പറഞ്ഞുതരാം. മലയാള അക്ഷരമില്ലേ? മലയാള അക്ഷരം. അതിനകത്ത് മാ ഇല്ലേ? മയിലിന്റെ ഒക്കെ മയിൽ പീലിയുടെ ഒക്കെ ഈ മാ എന്ന അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇടിയുള്ളൂ. മാ പറയാൻ പാടില്ല. നമ്മൾ 3 പേരിൽ ആരും മാ പറയുന്നു അവനൊപ്പം ഇടി ഉറപ്പാ. ഇടി ഉറപ്പ്. എന്റെ ദൈവമേ, നിങ്ങൾ 2 ഇടി കൊണ്ട് ചാവും. കളിക്കാം. റെഡി 1 2 3 പറഞ്ഞ പിന്നെ മാ പറയാൻ പാടില്ല. ശ്രദ്ധിച്ചോണം. ഓക്കെ. റെഡി 1 2 3. എന്താ നിന്റെ പേര്? മധു. വേണ്ട, ഈ കളി വേണ്ട. ശ്രദ്ധിക്കണം. പാടില്ല. പറയാൻ പാടില്ല. എന്താ നിന്റെ അച്ഛന്റെ പേര്? മാധവൻ. ശ്രദ്ധിക്കാൻ പറഞ്ഞു. ശ്രദ്ധിക്കൂ. പാടില്ല. എന്താ നിന്റെ അമ്മയുടെ പേര്? മാധവി. കളി വേണ്ട ചേട്ടാ, ഈ കളി വേണ്ട. ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം. അറിയാണ്ട് തന്നെ. പാടില്ല. ഇനി പറയില്ല. എന്താടാ ഇവിടെ ഒരു ബഹളം? അല്ല, ബഹളം. ഇങ്ങോട്ട് മാറിയില്ലടാ. ഇങ്ങോട്ട് മാറാമോന്നും റോട്ടിൽ കേൾക്കാനുള്ളത് എന്താടാ? ബാറാണോ അതോ ചന്തയാണോ? മനുഷ്യന് സ്വസ്ഥമായിട്ടില്ല വഴി കിടക്കണ്ടാ.
നീയൊക്കെ ബഹളം വെക്കുന്നു ഇടിച്ച് നിന്റെ കൂമ്പിയാ മാറ്റി കളയാൻ ഞാൻ ഇങ്ങോട്ട് മാറില്ലടാ എന്നതാടാ നിന്റെ പേര് മമ്മൂട്ടി എന്താടാ മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോ ഒരു ഒച്ച മമ്മൂട്ടി എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ഒച്ച ഉള്ളതാ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്ക് ഒരു ഒച്ച ഉള്ളതാണോ ഞാൻ ഇത്രേ സിനിമ കണ്ടിട്ട് മമ്മൂട്ടി ഇത്രേ സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഒച്ച ഞാൻ കേട്ടിട്ടില്ലല്ലോടാ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് സാറേ ഇടിച്ച് ഞാൻ കൂമ്പിയാ മാറ്റി കളയും ഞാൻ എന്താടാ നിന്റെ അച്ഛന്റെ പേര് മെഹമ്മൂദ് എന്താടാ മെഹമ്മൂദ് എന്ന് പറഞ്ഞപ്പോ മറ്റൊരു ഒച്ച സാറേ അങ്ങനെ ഉള്ളതാ സാറേ നീയൊക്കെ കൂടി എന്നിട്ട് വട്ട് കളിപ്പിക്കല്ലേ ഇവിടെ മാറില്ലടാ മാറാ ഇങ്ങോട്ട് ഡാ ഇവിടെ വാടാ ഡാ പാമ്പാടെ നിന്ന ഡാ ഇവിടെ വാ ഡാ ഇവിടെ വാടാ ഇവിടെ വാടാ ഇങ്ങോട്ട് മാറാ ഇങ്ങോട്ട് മാറില്ലടാ ഇങ്ങോട്ട് മാറാ എന്താടാ കളിക്കണ ചവിട്ടി ഞാൻ കേറ്റിയെന്നാണല്ലേ ഇങ്ങോട്ട് മാറാ എന്താടാ നിന്റെ പേര് മര്യാദക്ക് പേര് പറടാ എന്താടാ നിന്റെ പേര് പേര് പറടാ മനോഹരൻ. എന്താടാ മനോഹരൻ എന്ന് പറഞ്ഞപ്പോ വേറൊരു ഒച്ച തേങ്ങ വീണതാ. എന്നെ തേങ്ങ വീഴാൻ ഇവിടെ തെങ്ങില്ലല്ലോടാ പ്ലാവാണല്ലോ എന്നാ പ്ലാങ്ങ പ്ലാങ്ങയല്ല പ്ലാക്ക ചവിട്ടി ഞാൻ കൂട്ടും ഞാൻ ഇങ്ങോട്ട് മാറാ നിന്റെ അച്ഛന്റെ പേരെന്താടാ അച്ഛന്റെ പേര് പറടാ മാധവൻ. എന്താടാ മാധവൻ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഒരു ഒച്ച പിന്നെ വീണ് പ്ലാങ്ങ. പിന്നെയും വീണ് പ്ലാക്ക ചവിട്ടിയാനുണ്ടല്ലോ നിന്നെയൊക്കെ പ്ലീക്കിക്കളയും ഞാൻ മര്യാദക്കല്ലെങ്കിൽ എന്റെ അടുത്ത് അഭ്യാസം ഇറക്കല്ലേ മറിയടാ അങ്ങോട്ട് മറാ ഇവിടെ വാടാ ഡാ ഇവിടെ വാടാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോടാ അവനെ ഇങ്ങോട്ട് കൊണ്ടുപോടാ സ്റ്റോപ്പ്. ഞങ്ങൾ ഈ കളി കളിച്ചതാ. ഈ കളി കളിച്ചതാണെന്നോ നിന്നെയൊക്കെ ഞാൻ കളി പഠിപ്പിക്കാൻ പോണുള്ളൂ ഇങ്ങോട്ട് മാറാ മുട്ടുകാലി കയറ്റി ഞാൻ മറിയടാ ഇങ്ങോട്ട് എന്താടാ നിന്റെ പേര് മര്യാദക്ക് പേര് പറടാ പേര് പറടാ പതു. പതു അങ്ങനെയുള്ളതാ. എന്ത് പേരാടാ പതു അങ്ങനെ എന്നെ വിളിക്കട്ടെ വീട്ടില്. ആഹാ എന്റെ അടുത്ത് അഭ്യാസം ഇറക്കല്ലേ എന്താടാ നിന്റെ അച്ഛന്റെ പേര് മര്യാദക്ക് അച്ഛന്റെ പേര് പറടാ എന്താണ് അച്ഛന്റെ പേര് പാദവൻ. പാദവൻ റേഷൻ കാർഡിൽ അങ്ങനെ അങ്ങനെ നിന്റെ അച്ഛന്റെ പേര് പാദവൻ. അതെ സാറേ. എന്നാ പിന്നെ പാമോയിൽ ഇടാൻ പാടില്ല ചവിട്ടി ഞാൻ കേറ്റി ഞങ്ങളെ ഞാൻ എന്റെ അടുത്ത് അഭ്യാസം ഇറക്കല്ലേ നിരവധി ഗുണ്ടാളെ ഒതുക്കിയ എസ് ഐ ആണ് ഞാൻ കേട്ടാ എന്താണ് നിന്റെ വീട്ടുപേര് വീട്ടുപേര് എന്താണ് നിന്റെ വീട്ടുപേര് പടത്തിപ്പറമ്പിൽ. പടത്തിപ്പറമ്പില്ല അതെന്നാ വീടിന്റെ പേരാണ് അങ്ങനെയുണ്ട്. കുറെ നേരമായില്ലോടാ നീ കളിക്കണം ഇങ്ങോട്ട് മാറില്ലടാ എടാ നിനക്കൊക്കെ ഞാൻ ആരാണെന്ന് അറിയാമോടാ അറിയാൻ പാടില്ലേ എടാ മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്തയുടെയും മഹാദേവന്റെയും മഹാനായ മകൻ മനോഹരനാണ് ഈ ഞാൻ മനോഹരൻ എന്റെ ദൈവമേ മായുടെ ഘോഷയാത്ര കൊടുക്കണം. ഏയ്, അയ്യോ.